കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യാനുമായാണ് പോലീസിന്റെ നീക്കം. കൊല്ലപ്പെട്ട ഷിബിലിയുടെ ഭർത്താവായ പ്രതി പുതുപ്പാടി സ്വദേശി തറോൽ മറ്റത്ത് വീട്ടിൽ യാസർ ഇപ്പോൾ റിമാൻഡിലാണ്. അതിക്രൂരമായാണ് ഷിബിലയെ യാസർ കൊലപ്പെടുത്തിയത്. ലഹരിക്കടിമയായ യാസർ സ്വബോധത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് യാസറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കസ്റ്റഡി അപേക്ഷ നാളെ താമരശ്ശേരി കോടതിയിൽ സമർപ്പിക്കും. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാലുടൻ തെളിവെടുപ്പ് നടത്തും. വിശദമായി ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് ഷിബിലയുടെ വീട്ടിലെത്തി SSLC സർട്ടിഫിക്കറ്റും ആധാർ കാർഡും നൽകിയ യാസർ 3 വയസ്സുള്ള മകളുടെ വസ്ത്രങ്ങളുമായി എത്താമെന്ന് പറഞ്ഞ് സലാം ചൊല്ലി പിരിഞ്ഞിരുന്നു. പിന്നീട് നോൻപ് തുറക്കുന്ന സമയത്ത് ഷിബില ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വീണ്ടും എത്തിയ യാസർ ഭാര്യയെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. 11 വെട്ടുകളാണ് ഷിബിലയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴുത്തിന്റെ പിറകിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായത്. തനിക്കൊപ്പം വന്നില്ലെങ്കിൽ ഷിബിലയെ കൊല്ലുമെന്ന് യാസർ ഭീഷണി മുഴക്കിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ലഹരിക്കടിമയായ യാസറിന്റെ ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കവയ്യാതെയാണ് ഷിബില വീട്ടിലേക്ക് വന്നത്. പിന്നീട് ഇയാൾക്കെതിരെ നൽകിയ പരാതി താമരശ്ശേരി പോലീസ് അവഗണിച്ചു. ജനുവരി 28-ന് നൽകിയ ഈ പരാതിയിൽ പോലീസ് തുടർ നടപടി എടുക്കാതിരുന്നത് ഇപ്പോൾ വലിയ ആക്ഷേപത്തിനാണ് ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴുതടച്ച അന്വേഷണമാണ് അന്വേഷണ സംഘത്തിൻ്റെയും ലക്ഷ്യം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.